സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആർമി ടി വി സീരീസിൻ്റെ സീസൺ 4-ൻ്റെ 59ാമത്തെ എപ്പിസോഡാണ്. സോ ഗൈസ്, വീഡിയോട്ട് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് തന്നേക്കുക. പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ബ്ലീച്ചിൻ്റെ അതിലെ ക്യാരക്ടർ ആരാന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. സോ നിങ്ങളെ പറഞ്ഞു വിശ്വസിക്കുന്നില്ല, നമുക്ക് നേരെ എക്സ്പ്ലനേഷനിലേക്ക് പോകാം. കാണിക്കുന്നത് ഒറുഹിമയും ബാക്കിയുള്ളവരും ഇച്ചിഗോനെ സഹായിക്കാൻ വേണ്ടിയാണെങ്കിൽ എക്സിക്യൂഷൻ പ്ലാറ്റ്ഫോമിലോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഗാച്ചു ഇവരോട് ചോദിക്കുകയാണ്, പവർഫുൾ ആയിട്ടുള്ള സ്പിരിച്വൽ എനർജീസ് ആണ് സെൻസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. അതിൻ്റെ അകത്തിലെ ഒന്ന് വളരെയധികം പവർഫുൾ ആണ്. സോ അതാണ് ഇച്ചിഗോൻ്റെ സ്പിരിച്വൽ എനർജി. സോ നമ്മൾ പോയത് കൊണ്ടും വലിയ ഗുണമൊന്നുമില്ല, ഇച്ചിഗോയ്ക്ക് സഹായമൊന്നും ആവശ്യം വരത്തില്ല. സോ ഇങ്ങനെ അവർ സ്റ്റെപ്പ് കയറി അവരുടെ സ്ഥലത്തേക്ക് എത്തുകയാണ്. നോക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ പിങ്കി ഇരിപ്പുണ്ട്. ഒരു പിങ്കി മരത്തിൻ്റെ മണ്ടയ്ക്ക് ഇരുന്ന് ചില്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ പിങ്കി ഇവരെ കണ്ടുകൊണ്ട് തന്നെ ഹായ്, നമ്മുടെ ഇച്ചിഗോ റൂക്കിയനെ രക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ റെഞ്ചി റൂക്കിയനെ പൊക്കിക്കൊണ്ട് ഏതോ ഒരു സ്ഥലത്ത് ഇട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാപ്റ്റൻ കുച്ചിക്കി ഇപ്പോൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്യാപ്റ്റൻ കുച്ചിക്കിക്ക് റൂക്കിയനെ റീക്യാപ്ചർ ചെയ്യണമെന്നങ്ങാണ്ടാണ് പറഞ്ഞത്. ഇച്ചിഗോ ആണെങ്കിൽ ഇപ്പോൾ ഫൈനലി ബാക്കിയ കുച്ചിക്കിൻ്റെ ദേഹത്ത് ഒരു ഇഞ്ചുറി തന്നെ ഉണ്ടാക്കിയിരിക്കുന്നു. സോ ഇതെല്ലാം കണ്ട് ദേഷ്യം വന്ന ക്യാപ്റ്റൻ ബാക്കിയ കുച്ചിക്കി ആണെങ്കിൽ അവൻ നമ്മുടെ ഇച്ചിഗോനെ തെള്ളി മാറ്റിയിട്ട് ഒരു വലിയ സ്പിരിച്വൽ എനർജി തന്നെ റിലീസ് ചെയ്യുകയാണ്. എന്നിട്ട് പറയുകയാണ്, നിന്റെ കുട്ടികളെയെല്ലാം കഴിഞ്ഞോ, ഞാൻ ഇനി ശരിക്കുള്ള എൻ്റെ ബൻകായ് ഫോം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ബാക്കിയ കുച്ചിക്ക് അവൻ്റെ ഫുൾ സ്പിരിച്വൽ എനർജി അവിടെ റിലീസ് ചെയ്യുകയാണ്. ഇതേ സമയം തന്നെ അവർ രണ്ടുപേരും നിൽക്കുന്നതിൻ്റെ ചുറ്റുമാണെങ്കിൽ തൗസൻഡ്സ് ഓഫ് തോട്ട്സ് വരികയാണ്. സോ ഇതേ സമയം തന്നെ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ അവനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ട് സ്പിരിച്വൽ എനർജി റിലീസ് ചെയ്യുന്നുമുണ്ട്. സോ ഈ സ്പിരിച്വൽ എനർജിയും പ്രഷറും ആണെങ്കിൽ നമ്മുടെ ഒറിഹിമയും ബാക്കിയുള്ളവരും നിൽക്കുന്ന സ്ഥലത്തിലേക്കും കൂടെ വരുന്നുണ്ട്. സോ ഇവർക്ക് അത് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. സോ ഇത് കണ്ടതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷിത പറയുകയാണ്, നമ്മളിപ്പോൾ ഇച്ചിഗോൻ്റെ അടുത്തേക്ക് പോയാൽ അത് നമുക്ക് തന്നെ പ്രശ്നമാക്കത്തേ ഉള്ളൂ. കാരണം നമ്മൾക്ക് ഇച്ചിഗോൻ്റെ പ്രഷറൊന്നും അത്രയ്ക്ക് താങ്ങാൻ വേണ്ടി സാധിക്കത്തില്ല. കാരണം അത് അത്രയ്ക്ക് പവർഫുൾ ആണ്. സോ അത് നമ്മുടെ ദേഹത്ത് ഇഞ്ചുറീഡ് ആക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിഗോൻ്റെ അടുത്തൊന്നും പോകണ്ട, നമുക്കിവിടെ നിന്നിട്ട് ഇച്ചിഗോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് നമ്മുടെ ഇഷിത ഒറിഹിമയോടും അതുപോലെ തന്നെ ബാക്കിയുള്ളവരോടും കൂടെ പറയുന്നു. പിന്നീട് വീണ്ടും കാണിക്കുന്നത് നമ്മുടെ ബാക്കിയ കുച്ചിക്കിൻ്റെ അതുപോലെ തന്നെ ഇച്ചിഗോൻ്റെ ഫൈറ്റ് ആണ്. സോ നമ്മുടെ ബാക്കിയ കുച്ചിക്കും ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ സ്പീഡ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഇച്ചിഗോൻ്റെ അടുത്ത് ഇപ്പോൾ പിടിച്ച് നിൽക്കാൻ പറ്റുന്നതിൻ്റെ അത്രയും സ്പീഡായിട്ടുണ്ട്. സോ അവർ രണ്ടുപേരും നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ സൻപത്ത് യൂസ് ചെയ്താണ് ഫൈറ്റ് ചെയ്യുന്നത്. സോ ഈ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ബാക്കിയ കുച്ചിക്ക് പറയുകയാണ്, നേരത്തേനെക്കാട്ടിൽ എൻ്റെ സ്പീഡ് ഒരുപാടധികം കൂടിയിട്ടുണ്ട്. അതുമാത്രമല്ല ഇവിടെ ഞാൻ പറയുന്നത് പോലെ ആയിരിക്കും എല്ലാം നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ബാക്കിയ കുച്ചിക്ക് തൻ്റെ ഒരു സോഡിനെ സമൺ ചെയ്യുകയാണ്. സോ അത് നമ്മുടെ ഇച്ചിഗോൻ്റെ കാലിലേക്ക് തുളച്ച് കയറുകയാണ്. സോ ഒരുപാടധികം വേദന സഹിക്കുകയാണ് നമ്മുടെ ഇച്ചിഗോ. ഇപ്പം ഇവിടെ എന്ത് നടക്കണമെന്ന് നമ്മുടെ ബാക്കിയ കുച്ചിക്കാണ് തീരുമാനിക്കുന്നത്. കാരണം ഇവിടെ ചുറ്റുമുള്ള സോഡും ഇച്ചിഗോന് നേരെ എപ്പോൾ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ബാക്കിയ കുച്ചിക്ക് വിടാം. ഇതേ സമയം തന്നെ എന്തോ ഒരു സ്പെഷ്യൽ ടെക്നിക്ക് യൂസ് ചെയ്ത് നമ്മുടെ ബാക്കിയ കുച്ചിക്ക് അവൻ്റെ കൈ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇച്ചിഗോൻ്റെ നേരെ എന്തോ ഒരു വലിയ അറ്റാക്ക് തന്നെ ഉണ്ടാക്കുന്നു. സോ അത് നമ്മുടെ ഇച്ചിഗോൻ്റെ നേരെ നല്ല രീതിയിൽ തന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇച്ചിഗോ, ഇനി ഫൈറ്റ് ഒന്നുമില്ല, ഇനി നിന്റെ മരണത്തിന് വേണ്ടി റെഡി ആക്കിക്കോളാനെന്ന് നമ്മുടെ ബാക്കിയ കുച്ചിക്ക് ഇച്ചിഗോനോട് പറയുന്നു. സോ ഇതേ സമയം തന്നെ നമ്മുടെ ഇച്ചിഗോനെ കാണിക്കുകയാണ്. ഇച്ചിഗോയ്ക്ക് തൻ്റെ ബോഡി കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. ഇച്ചിഗോ ഇപ്പോൾ ഫ്രീസ് ആയിട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇച്ചിഗോയ്ക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. സോ ഇതേ സമയം തന്നെ ക്യാപ്റ്റൻ ബാക്കിയ കുച്ചിക്ക് ഇച്ചിഗോനെ നേരെ അറ്റാക്ക് ചെയ്യുകയാണ്. നമ്മുടെ ഇച്ചിഗോയ്ക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പെട്ടെന്ന് തന്നെയായിരുന്നു ബാക്കിയ കുച്ചിക്ക് തൻ്റെ സമ്പത്ത് യൂസ് ചെയ്ത് ഇച്ചിഗോനെ ആക്രമിക്കുന്നത്. എന്നാൽ നമ്മുടെ ഇച്ചിഗോ അവൻ്റെ കൈ ഉപയോഗിച്ചിട്ട് ആ അറ്റാക്ക് തടുക്കുന്നു. സോ ഇത് നമ്മുടെ ബാക്കിയൊക്കെ പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു കാഴ്ച കൂടെ കണ്ടിട്ട് നമ്മുടെ ബാക്കിയ കുച്ചിക്ക് അങ്ങ് ഞെട്ടുകയാണ്. കാരണം ഇച്ചിഗോൻ്റെ മുഖത്തേക്ക് ഹോളോ മാസ്ക് വരികയാണ്. സോ ഈ ഹോളോ മാസ്ക് ഒരു ഈവിൾ എൻറ്റിറ്റിയാണ്. സോ നമ്മുടെ ഇച്ചിഗോ ഇപ്പോൾ ഒരു ഈവിൾ എൻറ്റിറ്റിയായി മാറിയിട്ടുണ്ട്. സോ ഈവിളായി ഇച്ചിഗോ നമ്മുടെ ബാക്കിയ കുച്ചിക്കിനെ വളരെയധികം നല്ല രീതിയിൽ തന്നെ ഇഞ്ചറി ഈടാക്കുന്നുണ്ട്. വളരെയധികം വലിയ മുറിവുകളായിട്ട് ബാക്കിയ കുച്ചിക്ക് താഴെ കിടക്കുകയാണ്. സമയം തന്നെ എവൾ ഇച്ചിഗോ ആണെങ്കിൽ ഞാൻ നിന്നെ ശരിക്കുള്ള ബൻകായുടെ പവർ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ സ്പിരിച്വൽ എനർജി അവിടെ റിലീസ് ചെയ്യുകയാണ്. എന്നിട്ട് നമ്മുടെ എവൾ ഇച്ചിഗോ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ബാക്കിയ കുച്ചിക്കിൻ്റെ നേരെ ഓരോരോ അറ്റാക്ക് കൊടുക്കുകയാണ്. സോ ഗൈസ്, ഇത് നമ്മുടെ ഇച്ചിഗോൻ്റെ ബൻകായുടെ ഒരു സ്പെഷ്യൽ അറ്റാക്കാണ്. സോ ഈ അറ്റാക്കിൻ്റെ പേര് സുഗൻ ഡെൻസോ എന്നാണ്. സമയം തന്നെ ഒരുപാടധികം മുറിവുകളായിട്ട് ബാക്കിയ കുച്ചിക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് ചിന്തിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. നോക്കുന്ന സമയത്ത് നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ ഇച്ചിഗോ ആയിട്ട് തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇച്ചിഗോനെ ഇപ്പോൾ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് ഈവിൾ ഇച്ചിഗോ ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈവിൾ ഇച്ചിഗോനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി ഇച്ചിഗോ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബോഡിയിലെ കൺട്രോൾ എനിക്ക് തിരിച്ചതാ, എനിക്ക് എൻ്റെ കൺട്രോളിൽ തന്നെ ആകാൻ സമയത്ത് തന്നെ എനിക്ക് ബാക്കിയ കുച്ചിക്കിനെ എനിക്ക് ഡിഫീറ്റ് ചെയ്യണം, എൻ്റെ കൺട്രോൾ തിരിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ഇച്ചിഗോ ആണെങ്കിൽ അവൻ്റെ ഹോളോ മാസ്ക് അവൻ്റെ മുഖത്തിൽ നിന്ന് റിലീസ് ചെയ്യുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ ക്യാപ്റ്റൻ ബാക്കിയ കുച്ചിക്ക് ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ഒന്നും മനസ്സിലാക്കി
മനസ്സിലാകുന്നില്ല. എന്തൊക്കെയോ ഇവിടെ നടക്കുന്നു. ബാക്കിയാ ഇനി സംസാരമൊന്നുമില്ല, നേരെ ഫൈറ്റ് തന്നെയാണ്. ഇനിയായിരിക്കും നിന്റെ ശരിക്കുള്ള അന്ത്യം എന്ന് നമ്മുടെ ഇച്ചിഗോ പറയുന്നു. സോ ഇത് കേട്ടുകൊണ്ട് തന്നെ നമ്മുടെ ബാക്കിയ കുച്ചിക്ക് പറയുകയാണ്, നിനക്ക് തോന്നുന്നുണ്ടോ എന്നെ സിമ്പിളായിട്ട് തന്നെ നിനക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാക്കിയ കുച്ചിക്കാണെങ്കിൽ അവൻ്റെ ഫുൾ സ്പിരിച്വൽ എനർജി അവിടെ റിലീസ് ചെയ്യുന്നു. അതുമാത്രമല്ല അവൻ്റെ ഒരു സ്പെഷ്യൽ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ബാക്കിയ കുച്ചിക്ക് ഒരു ഏഞ്ചൽ പോലെയാണ് നിൽക്കുന്നത്. സോ ഇത് കണ്ടുകൊണ്ട് തന്നെ നമ്മുടെ ഇച്ചിഗോയ്ക്ക് ഒരുപാടധികം ഇഷ്ടപ്പെടുന്നു. സോ എന്നിട്ട് നമ്മുടെ ഇച്ചിഗോ അവൻ്റെ സ്പിരിച്വൽ എനർജി റിലീസ് ചെയ്യുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ കൂട്ടിമുട്ടി ഒരു വലിയൊരു ആക്രമണം തന്നെയാണ് അവിടെ ഉണ്ടാകുന്നത്. സോ നോക്കുന്ന സമയത്ത് നമ്മുടെ ഇച്ചിഗോൻ്റെ ബോഡിയിൽ ഒരുപാടധികം വലിയ മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു വലിയ രീതിയിൽ തന്നെ ചോര ബോഡിയിൽ നിന്ന് തെറിക്കുന്നു. നോക്കുന്ന സമയത്ത് നമ്മുടെ ബാക്കിയ കുച്ചിക്ക് ഒരു സ്പെഷ്യൽ ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ടാണ് ഇച്ചിഗോയുടെ ദേഹത്ത് ഇത്രയും വലിയ മുറിവ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇച്ചിഗോ, നീ എന്തിനു വേണ്ടിയാണ് റൂക്കിനെ രക്ഷിക്കാൻ വേണ്ടി പോകുന്നത്? റൂക്ക കുച്ചിക്കി ക്ലാനിലുള്ളതാണ്. കുച്ചിക്കി ക്ലാൻ സോൾ സൊസൈറ്റിയിൽ തന്നെ 4 നോബിൾ ഫാമിലിയിൽ ഒരു ടോപ്പ് നോബിൾ ഫാമിലിയാണ്. നോബിൾ ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ വളരെയധികം അച്ചടക്കത്തോടാണ് ജീവിക്കേണ്ടത്. എന്നാൽ റൂക്ക അതെല്ലാം ലംഘിച്ചു. അതുകൊണ്ട് തന്നെ റൂക്ക മരിച്ചേ തീരൂ, അവൾ മരിക്കേണ്ടവളാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ സിസ്റ്ററിനെ കൊല്ലാൻ വേണ്ടി തയ്യാറായിരിക്കുന്നതെന്ന് നമ്മുടെ ബാക്കിയ കുച്ചിക്ക് പറയുന്നു. സോ ഇത് കേട്ട് നമ്മുടെ ഇച്ചിഗോ ചോദിക്കുകയാണ്, സിസ്റ്ററിനെ കാട്ടി വലുതാണോ നോബിൾ ഫാമിലി? നീ എന്താണ് ഈ പറയുന്നത്? സോ ഇതേ സമയത്തായിരുന്നു നമ്മുടെ ബാക്കിയ കുച്ചിക്ക് മനസ്സിൽ വിചാരിക്കുന്നത്, ഇച്ചിഗോ സത്യം പറഞ്ഞാൽ തൻ്റെ സിസ്റ്ററിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇച്ചിഗോ ഈ സോൾ സൊസൈറ്റിയിലെ റൂൾസ് എല്ലാം ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ റിയാലിറ്റി എല്ലാം മനസ്സിലാക്കി ബാക്കിയ കുച്ചിക്ക് പറയുകയാണ്, ഞാനിനിയും റൂക്ക കുച്ചിക്കിനെ റീക്യാപ്ചർ ചെയ്യത്തില്ല ഇച്ചിഗോ എന്ന് പറഞ്ഞു കഴിയുകയാണ്. സോ ഇത് കേട്ടിട്ട് തന്നെ നമ്മുടെ ഇച്ചിഗോ അവിടെ കിടന്ന് അലക്കുകയാണ്. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഒറിഹിമയും ബാക്കിയുള്ളവരും ഇച്ചിഗോൻ്റെ അടുത്തേക്ക് വരികയാണ്. എല്ലാവരും ഇച്ചിഗോനെ കുറിച്ച് ആലോചിച്ച് ഭയങ്കരമായിട്ട് വിഷമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് തന്നെ നമ്മുടെ ഒറിഹിമ. പിന്നീട് കാണിക്കുന്നത് സെൻറ്റർ 46 സെൻറ്റർ 46 ആ ഡോർ ആണെങ്കിൽ ഡിസ്ട്രോ ആയിട്ട് കിടക്കുന്നു. അവിടെ വെച്ച് ബ്ലീച്ച് എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി TV സീരീസിൻ്റെ സീസൺ 4 അതിലെ 59ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു. സോ നെക്സ്റ്റ് എപ്പിസോഡിൽ ഒരു പഴയ ക്യാരക്ടർ തിരിച്ചു വരുന്നുണ്ട് മോനെ. സോ നിങ്ങളെല്ലാവരും ആ ക്യാരക്ടറിനെ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് കമൻറ്റ് ചെയ്ത് പറയുക. ഒരു വിഷയം OP ക്യാരക്ടറാണ്. സോ നിങ്ങളെല്ലാവരും നെക്സ്റ്റ് എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കി വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് തന്നിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുക ആരായിരിക്കും വരാൻ പോകുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്ത് പറയുക. സോ നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക്. സോ അടുത്തൊരു ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.